ഹായ് ഫ്രണ്ട്സ്, ആര്യ ടെക്കിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഇടുന്ന വീഡിയോ ഞാൻ മുൻപ് ഇട്ട വീഡിയോൻ്റെ ഒരു കണ്ടിന്യൂഷനാണ്. നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞു നിർത്തിയത് 3 BLDC ഫാനിൻ്റെ ഉപയോഗത്തിലൂടെ നമ്മൾ 2 മാസത്തെ ബില്ലിൽ 64.8 യൂണിറ്റ് സേവ് ചെയ്തിരുന്നു. ആ സേവ് ചെയ്തത് പ്രകാരം 300 യൂണിറ്റ് ഉപഭോക്താവ് 64.8 യൂണിറ്റ് സേവ് ചെയ്യുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണെന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കുക. അപ്പോൾ 300 യൂണിറ്റിൽ നിന്ന് നമ്മൾ 64.8 യൂണിറ്റ് മൈനസ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് 235.2 വേണ്ട 235 തന്നെ നമ്മൾക്ക് കാൽക്കുലേറ്ററിൽ ചെയ്ത് വെക്കാം. അപ്പോൾ മുന്നത്തെ സ്ലാബ് പ്രകാരം ഞാൻ ആ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഫസ്റ്റത്തെ 100 യൂണിറ്റ്, രണ്ടാമത്തെ 100 യൂണിറ്റ്, മൂന്നാമത്തെ 100 യൂണിറ്റ്, അങ്ങനെ 300 യൂണിറ്റിൻ്റെ കണക്ക് ഞാൻ മുന്നത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ എങ്ങനെ വരുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. ഈ 235 യൂണിറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ കണക്ക് എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റത്തെ 100 യൂണിറ്റ് അതിൽ പറഞ്ഞതുപോലെ തന്നെ 3.25. അപ്പോൾ 2 മാസത്തിന് 325 രൂപ. രണ്ടാമത് 101 മുതൽ 200 യൂണിറ്റ് വരെ 4.05. അപ്പോൾ 2 മാസത്തിന് 405 രൂപ. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ ഇവിടെയാണ് നമുക്ക് മാറ്റം വരുന്നത്. എവിടെ? 300ാമത്തെ യൂണിറ്റിൽ നമ്മൾക്ക് ഈ യൂണിറ്റ് കമ്മിയാക്കുന്നതോടെ 64.8 യൂണിറ്റ് കമ്മിയാക്കിയപ്പോൾ നമ്മൾക്ക് കിട്ടിയത് ആ 200 മുതൽ 300 വരെയുള്ളതിൽ 35 യൂണിറ്റ് മാത്രമാണ് നമുക്ക് അവിടെ ആഡ് ചെയ്തത് സ്ലാബിൽ. ആ 35 യൂണിറ്റിന് 5.10 പൈസ കണക്കാക്കുമ്പോൾ 35 × 5.10 സമയം എത്ര വരുന്നത്? 178.5. കണക്ക് മനസ്സിലാവുന്നുണ്ടോ? ഈ 178.5 ഇപ്പോൾ 2 മാസത്തിൽ ഇപ്പോൾ നമുക്ക് ഇത് ടോട്ടൽ ചെയ്തിട്ട് നമുക്ക് കണക്ക് കൂട്ടി കിട്ടുമ്പോൾ 908.5 രൂപ. ഇപ്പോൾ മനസ്സിലാവുന്നുണ്ടോ? 908.5 രൂപ നമ്മളുടെ എനർജി ചാർജാണത്. എനർജി ചാർജാണ്. അപ്പോൾ ഇത് നമുക്ക് ടോട്ടൽ ചെയ്തിട്ട് ഒരു ആവറേജ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ അടുത്ത് നിന്ന് KCB ഈടാക്കുന്നത് 3.86. ഈ 3.86 പൈസയാണ് ഒരു യൂണിറ്റിന് KCB നമ്മളിൽ നിന്നും മേടിക്കുന്നത് എനർജി ചാർജായിട്ട്. മറ്റ് ചാർജുകൾ വേറെ ഉണ്ട്, അത് താഴെ പറയാം. പിന്നെ ഈ 300 യൂണിറ്റ് നമ്മൾ ഉപയോഗിക്കുന്ന ഉപയോക്താവിന് എത്ര വന്നിട്ടുണ്ടായിരുന്നു? 4.13 പൈസയായിരുന്നു ആവറേജ് റേറ്റ്. അപ്പോൾ ഇപ്പോൾ ഇതിലിപ്പോൾ എത്രയായിരുന്നു? 3.86 പൈസയാക്കിയിട്ട് കുറവ് വന്നു. ഇനി അതിലും കുറവ് എങ്ങനെ വരുന്നുണ്ട് നോക്കാം. നമുക്ക് ഈ 64.8 കുറവായ 3 ഫാന് BLDC ഫാനിലൂടെ ഉപയോഗിച്ചപ്പോൾ 64.8 നമ്മൾക്ക് എനർജി കമ്മിയായി കിട്ടി യൂണിറ്റ്. അപ്പോൾ ആണത് നമുക്ക് ബെനിഫിറ്റ് കിട്ടി നോക്കാം. 300 യൂണിറ്റ് ഉപഭോക്താവിന് എനർജി ചാർജ് മാത്രം, എനർജി ചാർജ് മീൻസ് നമ്മൾ ഉപയോഗിച്ചത് മാത്രമാണ് ഈ 1240. മനസ്സിലാകുന്നുണ്ടോ? അതേപോലെ തന്നെ 235 യൂണിറ്റ് നമ്മൾക്ക് ഈ BLDC ഫാന് ഉപയോഗിച്ചപ്പോൾ 235 യൂണിറ്റാണ് 2 മാസത്തിന് നമ്മൾക്ക് ഇവിടെ വന്നത്. 235 യൂണിറ്റ് വന്നപ്പോൾ 908.5 വന്നു. 908.5 വന്നേ ഉള്ളൂ. അപ്പോൾ ഇത് എന്താണ് പറഞ്ഞാൽ ഈ 1240 എന്നുള്ളത് എനർജി ചാർജ് മാത്രമാണ്. ബാക്കി KCBയിൽ നമ്മൾ അടയ്ക്കേണ്ട ബില്ല് എന്ന് പറയുന്നത് 1240-ന് 1605 രൂപയാണ് നമ്മൾ അടയ്ക്കേണ്ടത്. അതിൽ ഫ്യൂൽ ചാർജ്,
അവരുടെ ഫിക്സഡ് ചാർജ്, അങ്ങനെ ഒരുപാട് ചാർജുകൾ വന്നിട്ട് നമ്മൾ അടയ്ക്കേണ്ട ബില്ലാണ്. ഇത് KSEBിയുടെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്നുള്ള ബിൽ കാൽക്കുലേഷനിൽ നിന്ന് കിട്ടിയത് തന്നെയാണ് 1605 രൂപ. അതേസമയം നമ്മൾ ആ ഒരു 3 ഫാനിൻ്റെ ഉപയോഗത്തിലൂടെ നമ്മൾ നേടാൻ കഴിഞ്ഞത് 908.5 യൂണിറ്റ് 908.5 രൂപയായി കുറയും ചെയ്തു. അതിൽ KSEB എമൗണ്ട് ആയിട്ട് വന്നിരിക്കുന്നത് 1083 രൂപ. മനസ്സിലാവുന്നുണ്ടോ? 1083 രൂപ നമ്മൾക്ക് ടോട്ടലായിട്ട് KSEB ബില്ലിൽ നമുക്ക് കിട്ടും, നമ്മൾക്ക് അടയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തരും. അപ്പോൾ അതിൽ എങ്ങനെയാണ് ഈ എത്ര ഡിഫറൻസ് വന്നിരിക്കുന്നത്? 522 രൂപയുടെ വ്യത്യാസമാണ് ബില്ലിലുള്ള മാറ്റം. മനസ്സിലാവുന്നുണ്ടോ? ഈ 2 ബില്ലിലും കൂടെ 522 രൂപയാണ് നമ്മൾക്ക് ഈ 64.83 ഫാനിലൂടെ നമുക്ക് മാറ്റാൻ കഴിഞ്ഞത് 2 മാസത്തെ ബില്ലിൽ സേവ് ചെയ്യാൻ പറ്റിയത്. ഈ സേവിങ് എങ്ങനെ വന്നു എന്നുള്ളതാണ്. 235 യൂണിറ്റ് വന്നപ്പോഴാണ് നമുക്ക് 1083 രൂപ ടോട്ടൽ എമൗണ്ട് ആയിട്ട് വന്നത്. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ സബ്സിഡി KSEB നൽകുന്നുണ്ട്. ഈ 235 നമ്മൾക്ക് സബ്സിഡി KSEB നൽകുന്നുണ്ട്. ഇവിടെയാണെങ്കിലോ നോൺ സബ്സിഡിയാണ്, സബ്സിഡി ഇല്ല. അപ്പോൾ KSEBിയുടെ സബ്സിഡി യൂണിറ്റ് എന്ന് പറയുന്നത് 2 മാസത്തിന് 240 യൂണിറ്റ്. 240 യൂണിറ്റിൻ്റെ ഉള്ളിൽ നമ്മുടെ ഉപയോഗം നിലനിർത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് KSEB സബ്സിഡി നമുക്ക് അനുവദിച്ചിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ 240 യൂണിറ്റിൽ പോയിട്ട് 1 യൂണിറ്റ് ജാസ്തി വന്നാൽ 241 യൂണിറ്റ് വന്നാൽ ഈ സബ്സിഡി ഇവിടെ കട്ടാവും. എങ്ങനെ മാറ്റം വരുന്നുണ്ടെന്ന് മനസ്സിലായോ? അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ അതുമല്ല, ഇതിൻ്റെ വേറെ അത് ഞാൻ പറഞ്ഞു തരാം അടുത്തതിലേക്ക്. 1 യൂണിറ്റ് മാറ്റത്തിലൂടെ നമ്മൾ കൊടുക്കേണ്ടി വരുന്ന വില 1 യൂണിറ്റിന് എന്ന് പറയുന്നത് അതിൻ്റെ കണക്കാണ് ഞാൻ പറഞ്ഞു തരാം. 2 മാസത്തിൻ്റെ KSEB ബില്ല് 240 യൂണിറ്റ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് KSEB ബില്ല് വരുന്നത് 1109 രൂപ. മനസ്സിലാവുന്നുണ്ടോ? 1109 രൂപ നമ്മൾക്ക് ബില്ല് വരും. അതേസമയം 241 യൂണിറ്റ് 1 യൂണിറ്റ് കൂടിയപ്പോൾ നമുക്ക് വന്ന ബില്ല് പറയുന്നത് 1263 രൂപ. ഇവിടെ കാണുന്നുണ്ടോ? 1263 രൂപ. ആ 1 യൂണിറ്റ് രണ്ടും കൂടിയിട്ട് നമ്മൾ നോക്കിയപ്പോൾ അതിൽ 1 യൂണിറ്റിന് നമ്മൾക്ക് കൊടുക്കേണ്ടി വന്ന വില എത്രയാണ്? 154 രൂപയാണ് 1 യൂണിറ്റിന് നമ്മൾ കൊടുക്കേണ്ടി വന്നത്. എന്തുകൊണ്ടാണ്? ഈ 240 വരെ നമുക്ക് സബ്സിഡി ഉണ്ട്. 241 കഴിഞ്ഞ സബ്സിഡി കട്ടായി. അപ്പോൾ അതിൻ്റെ പ്രൈസ് യൂണിറ്റ് പ്രൈസ് കൂടി. ഇനി അതുമല്ല, നമുക്ക് സബ്സിഡി ഒന്നും വേണ്ട. ഇതാ ഇവിടെ വരുന്നു, 500 യൂണിറ്റ് ഉപയോഗിക്കുന്ന ഉപഭോക്താവിന് 500 യൂണിറ്റ് വരെ നമ്മൾക്ക് ഉപയോഗിക്കുന്ന ഉപഭോക്താവിന് 3400 രൂപ വന്നിരുന്നെങ്കിൽ 501 യൂണിറ്റ് ഉപയോഗിക്കുന്ന ഉപഭോക്താവിന് വരുന്ന ബില്ല് എന്ന് പറയുന്നത് 3936. ഇതിൽ എത്ര വ്യത്യാസം വന്നു? ആ 1 യൂണിറ്റിന് എത്ര? 536 രൂപ 1 യൂണിറ്റ് നമ്മൾ അഡീഷണൽ ആയിട്ട് കൊടുക്കേണ്ടി വന്നു. മാറ്റം വന്നില്ലേ? സ്ലാബ് മാറിയപ്പോൾ 1 യൂണിറ്റ് സ്ലാബ് മാറിയപ്പോൾ നമ്മുടെ റൈറ്റ് കൊടുക്കേണ്ടി വന്ന പൈസ എന്ന് പറയുന്നത് 1 യൂണിറ്റിന് 536 രൂപ. ഇപ്പം മനസ്സിലാവുന്നുണ്ടോ? അത് നോക്കി ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ബെനിഫിറ്റാണ്. സൂക്ഷിച്ച് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബെനിഫിറ്റ് തന്നെയാണ്. അപ്പം ഞാൻ ചെയ്ത വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകാൻ വേണ്ടി നിങ്ങളത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ് ആലിയ ടൈം.